Hi, welcome to English for You with Mohan. Today we are going to discuss the different types of conditional clauses, the functions and uses of conditional clauses, and also the different structures used towards the different types of conditional clauses. Shall we start? പക്ഷെ അതിനു മുമ്പേ ആയിട്ട് എന്താണ് ക്ലോസ് എന്താണ് ഫ്രേസ് എന്നുള്ളതിൻ്റെ ഡിഫറൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഹൗ ഇസ് എ ഫ്രേസ് ഡിഫറെൻറ്റ് ഫ്രം എ ക്ലോസ്? നോക്കൂ ഈ ഡെഫിനിഷൻ. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം, എ ക്ലോസ് കണ്ടെയ്ൻസ് എ സബ്ജക്റ്റ് ആൻഡ് എ വേർബ്. ഒരു സെന്റൻസിൽ ഒരു സബ്ജക്റ്റും ഒരു വേർബും വരികയാണെങ്കിൽ അതിലൊരു ക്ലോസ് ഉണ്ടെന്ന് അർത്ഥം. ഇൻ സം സെന്റൻസസ് ദർ മേ ബി 2 or more verbs, അല്ലേ? 2 അതിൽ കൂടുതൽ വേർബ്സ് ഉണ്ടാവാം. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് 2 അതിൽ കൂടുതലോ ക്ലോസസ് ഉണ്ട് എന്നർത്ഥം. സോ എ ക്ലോസ് കണ്ടെയ്ൻസ് എ സബ്ജക്റ്റ് ആൻഡ് എ വേർബ്. ഫ്രേസോ, ഫ്രേസിൽ സബ്ജക്റ്റും വേർബ്സും ഉണ്ടാവില്ല. ദാറ്റ് ഈസ് എ ഡിഫറൻസ്. ഇൻ എ ഫ്രേസ് ദർ ഇസ് നോ സബ്ജക്റ്റ്, ദർ ഇസ് നോ വേർബ്. സബ്ജക്റ്റും വേർബും വരികയാണെങ്കിൽ അത് ക്ലോസ് ആണ്. ഇനി നമുക്ക് ക്ലോസിനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഈ ഫൈനൈറ്റ് വേർബ്സ് എന്താണെന്ന് നോൺ ഫൈനൈറ്റ് വേർബ്സ് എന്താണെന്ന് കൂടുതലായിട്ട് അറിയണമെങ്കിൽ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ഫൈനൈറ്റ് വേർബ്സ് ആൻഡ് നോൺ ഫൈനൈറ്റ് വേർബ്സ്. അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്ക് ഉപയോഗിച്ച് ഫൈനൈറ്റ് വേർബ്സിൻ്റെയും നോൺ ഫൈനൈറ്റ് വേർബ്സിൻ്റെയും വ്യത്യാസം മനസ്സിലാക്കാം. കണ്ടീഷണൽ ക്ലോസസിനെ കുറിച്ച് കൂടുതൽ പഠിക്കുന്നതിന് മുമ്പേ നമുക്ക് ഒരു ആനിമേഷൻ വീഡിയോ കാണാം. ആനിമേറ്റഡ് ആണ്. അതിൽ 3 ടൈപ്പ് കണ്ടീഷണൽ ക്ലോസസ് ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഏതാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, അതിൻ്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കുക, എന്തുകൊണ്ടാണ് ഈ കണ്ടീഷണൽ ക്ലോസസ് ഡിഫറെൻ്റ് ആയിട്ടുള്ള കണ്ടീഷണൽ ക്ലോസസ് ഉപയോഗിച്ചതെന്ന് ആലോചിക്കുക. അതിനുശേഷം നമുക്ക് കൂടുതലായിട്ട് പഠിക്കുമ്പോൾ ആ വീഡിയോ ഒന്നുകൂടി കാണുകയും അതിലുപയോഗിച്ച കണ്ടീഷൻ ക്ലോസസ് വീണ്ടും ഒന്ന് പരിശോധിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ കോണ്ടെക്സ്റ്റ് കൂടുതൽ നന്നായിട്ട് മനസ്സിലാവും. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. How is it possible, Abhi? We have only 1 hour left. If we don't start now, we can't reach in time. But we don't have another option. If Manu were with us, he would drop us at the railway station. But he is out of station. He left just half an hour ago. If you had come earlier, we could have asked him to drop us there. I got the message just an hour ago. I thought Manu would be here. It's okay. Let's make it fast. ഇനി നമുക്ക് കണ്ടീഷൻ ക്ലോസസ് എന്താണെന്ന് നോക്കാം. എന്താണ് ഒരു കണ്ടീഷൻ ക്ലോസ്? നമുക്കവിടെ ഡെഫിനേഷൻ നോക്കും. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഒരു കണ്ടീഷൻ ക്ലോസ് എന്ന് പറയുന്നത് ഒരു ഇമാജിൻഡ് സിറ്റുവേഷൻ ആണ്. നമ്മൾ സങ്കല്പിക്കുകയാണ് എന്താണ് സംഭവിക്കുക, ഇങ്ങനെ ആയാൽ എന്ത് സംഭവിക്കും. അതൊരു പോസിബിലിറ്റി ആവാം, പ്രോബബിലിറ്റി ആവാം, അല്ലെങ്കിൽ ഒരിക്കലും നടക്കാത്ത ഒരു കാര്യമാവാം. വാട്ട് എവർ ഇറ്റ് ഇസ്, വി ജസ്റ്റ് ഇമാജിൻ എ സിറ്റുവേഷൻ. അതിനാണ് കണ്ടീഷൻ ക്ലോസ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഈ ഡെഫിനിഷൻ ശരിക്കും വായിച്ച് നോക്കുക. അതിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷനെ കുറിച്ചാണ് കണ്ടീഷൻ ക്ലോസസ് പറയുന്നത്. ആ ഡെഫിനിഷൻ നോക്കൂ. ഇനി നിങ്ങൾ കണ്ടീഷൻ ക്ലോസസിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്തൊക്കെയാണ്?
അതൊന്ന് നോക്കാം. Look here. അതില് ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് കണ്ടീഷണൽ ക്ലോസസ് ആഡോബിൽ ക്ലോസസ് ആണ് എന്നാണ്. അതൊരു ആഡോബിൽ ക്ലോസ് ആണ് കണ്ടീഷണൽ ക്ലോസ് എന്ന് പറയുമ്പോൾ. ഇനി കണ്ടീഷണൽ ക്ലോസിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഏതൊക്കെയാണ് കണ്ടീഷണൽ ക്ലോസസിന്റെ രണ്ട് ഭാഗങ്ങൾ? ഒന്ന് കണ്ടീഷണൽ ക്ലോസും മറ്റേത് മെയിൻ ക്ലോസും. കണ്ടീഷണൽ ക്ലോസ് സാധാരണഗതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ് ഇഫ്. സബോർഡിനേറ്റർ ആണ്, നമ്മൾ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ എന്ന് പറയാറുണ്ട്. ആഡോബിൽ ക്ലോസ് ഒരു സബോർഡിനേറ്റ് ക്ലോസ് ആണ്. അപ്പോൾ ആഡോബിൽ ക്ലോസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈഫ് അല്ലാതെ വേറെയും ചില കൺജങ്ഷൻസ് ഉപയോഗിക്കാറുണ്ട്. അൺലെസ് ഉപയോഗിക്കാം, പ്രൊവൈഡഡ് ദാറ്റ് ഉപയോഗിക്കാം, ഇൻ കേസ് ഉപയോഗിക്കാം. അങ്ങനെ മറ്റു ചില കൺജങ്ഷൻസ് കൂടി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പം അങ്ങനെ ഈഫ് വരുന്ന അല്ലെങ്കിൽ മറ്റേതെങ്കിലും സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കണ്ടീഷണൽ ക്ലോസ് ആണ് ഒരു ഭാഗം. ആൻഡ് ദ നെക്സ്റ്റ് പാർട്ട് ഇസ് ദ മെയിൻ ക്ലോസ്. മെയിൻ ക്ലോസിൽ ഒരു സബ്ജക്റ്റും ഒരു വേർബും ഉണ്ടാവും. പക്ഷേ അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് ഒരു കൺജങ്ഷൻ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഒരു മെയിൻ ക്ലോസും ഒരു കണ്ടീഷണൽ ക്ലോസും ചേർന്നതാണ് നമ്മൾ സെന്റൻസ് എന്ന് പറയാം. അതാണ് ഒരു കണ്ടീഷനെ കാണിക്കുന്ന സെന്റൻസ്. നമുക്ക് നോക്കാം. ഒരു പ്രധാനപ്പെട്ട ഒരു നിയമം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് ഈ തന്നിരിക്കുന്ന എക്സാമ്പിൾസ് നോക്കുക. അതിൽ കണ്ടീഷണൽ ക്ലോസ് ആദ്യം വന്നപ്പോൾ ഒരു കോമ ഇട്ടിട്ട് ആണ് മെയിൻ ക്ലോസ് എഴുതിയത്. ശ്രദ്ധിച്ചില്ലേ? അതേസമയം മെയിൻ ക്ലോസ് ആദ്യം വന്നപ്പോൾ കോമയുടെ ആവശ്യമില്ല. That's the difference. If the conditional clause comes first, there is a comma. We need a comma after a conditional clause if it comes first. If the main clause comes first, there is no need of a comma. That is another very important point you should remember. ഇനി നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കണ്ടീഷണൽ ക്ലോസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. പലതരത്തിലുള്ള കണ്ടീഷൻ ക്ലോസ് പല എണ്ണം പലരും പറയാറുണ്ട്. നമുക്ക് 4 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കണ്ടീഷൻ ക്ലോസിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. 4 ടൈപ്പ് കണ്ടീഷൻ ക്ലോസസ്. അതേതാന്ന് നോക്കാം. സീറോ ടൈപ്പ്, സീറോ കണ്ടീഷൻ ഉണ്ട്, പ്രോബബിൾ കണ്ടീഷൻ ഉണ്ട്, ഇംപ്രോബബിൾ കണ്ടീഷൻ ഉണ്ട്, ഇമ്പോസിബിൾ കണ്ടീഷൻ ഉണ്ട്. എന്താണ് സീറോ കണ്ടീഷൻ? സീറോ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു ജനറൽ ഫാക്ട്, നമ്മളൊരു വസ്തുത, ഒരു ഹാബിറ്റ് അല്ലെങ്കിൽ ഒരു സയന്റിഫിക് ഫാക്ട് അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ, ഇതൊക്കെ കൊടുക്കുമ്പോഴാണ് സാധാരണഗതിയിൽ നമ്മൾ സീറോ കണ്ടീഷൻ ഉപയോഗിക്കുന്നത്. സോ റിമെമ്പർ, zero condition refers to a habit, a scientific fact, or a general truth, and sometimes instructions. തന്നിരിക്കുന്ന എക്സാമ്പിൾസ് നോക്കൂ. അതിൽ ഇൻസ്ട്രക്ഷൻ കാണാം നിങ്ങൾക്ക്, അതുപോലെ സയന്റിഫിക് ഫാക്ട് കാണാം. ഇഫ് യു ബോയിൽ വാട്ടർ ഇറ്റ് ഇവാപറേറ്റ്സ്. ഒരു ഫാക്റ്റ് ആണ്, സയന്റിഫിക് ഫാക്റ്റ് ആണ്. ഇനി അവിടെ ഉപയോഗിച്ച ടെൻസ് നോക്കൂ. 2 ക്ലോസിലും, അതായത് കണ്ടീഷണൽ ക്ലോസിലും മെയിൻ ക്ലോസിലും ഉപയോഗിച്ചത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ്? 2 ക്ലോസിലും, അതായത് കണ്ടീഷണൽ ക്ലോസിലും മെയിൻ ക്ലോസിലും ഉപയോഗിച്ചിട്ടുള്ളത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്.
എന്താണ് സിമ്പിൾ പ്രസന്റ് ടെൻസ്? വേർബിന്റെ ബേസ് ഫോം അല്ലെങ്കിൽ എസ് ഫോം. സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ എസ് ഫോമും സബ്ജക്റ്റ് പ്ലൂറൽ ആകുമ്പോൾ ബേസ് ഫോം ഉപയോഗിക്കും. രണ്ടിൽ ഉപയോഗിച്ചത് സെയിം ടെൻസ്, സിമ്പിൾ പ്രസന്റ് ടെൻസ്. അങ്ങനെ വരുന്നതാണ് കണ്ടീഷണൽ ക്ലോസസ് എന്ന് പറയാം. നമുക്ക് എക്സാമ്പിൾസ് ഒന്ന് പരിശോധിച്ച് നോക്കാം. പ്രോബബിൾ കണ്ടീഷൻ എന്താ നോക്കാം. എന്താണ് പ്രോബബിൾ കണ്ടീഷൻ? വാക്ക് കാണിക്കുന്നതിന്റെ പ്രോബബിലിറ്റിയാണ് കാണിക്കുന്നത്. എന്താണ് പ്രോബബിലിറ്റി? സാധ്യതയുള്ളത്, നടക്കാൻ സാധ്യതയുള്ളത്. അതായത് ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ ആവാം എന്ന് പറയാനാണ്. ഇറ്റ് മൈറ്റ് ഹാപ്പൻ, സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോഴാണ് പ്രോബബിൾ കണ്ടീഷൻ ഉപയോഗിക്കുക. അതിന്റെ സ്ട്രക്ചർ ഒന്ന് നോക്കൂ. കണ്ടീഷണൽ ക്ലോസിൽ നമ്മൾ ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഫോം. കണ്ടീഷണൽ ക്ലോസിൽ സിമ്പിൾ പ്രസന്റ്, അതായത് ബേസ് ഫോം അല്ലെങ്കിൽ എസ് ഫോം ഉപയോഗിക്കുന്നു. ഇനി മെയിൻ ക്ലോസിലോ? മെയിൻ ക്ലോസിൽ ഫ്യൂച്ചറിറ്റിയെ കാണിക്കുന്ന ഓക്സിലറി വെർബ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഫ്യൂച്ചറിറ്റിയെ കാണിക്കുന്ന ഓക്സിലറി വെർബ്സ് എന്ന് പറയുമ്പോൾ വിൽ, ഷാൽ, മേ, ക്യാൻ. അതിന്റെ കൂടെ വേർബിന്റെ ബേസ് ഫോം ആണ് ഉപയോഗിക്കുന്നത്. ബേസ് ഫോം ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നത് വേർബിന്റെ ബേസ് ഫോം ആണ്. ടു ഇല്ലാതെ ബാർ ഇൻഫിനിറ്റീവ് ആണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഈ എക്സാമ്പിൾസ് ഒന്ന് പരിശോധിച്ച് നോക്കാം. നോക്കൂ, ഇഫ് യു വർക്ക് ഹാർഡ് യു ക്യാൻ സ്കോർ ഹൈ മാർക്സ്. അവിടെ എന്താണ് സൂചിപ്പിക്കുന്നത്? നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല മാർക്ക് കിട്ടാം. അത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ നല്ല മാർക്ക് സ്കോർ ചെയ്യാനും സാധ്യതയുണ്ട്. അതിനൊരു കണ്ടീഷനാണ് ഹാർഡ് വർക്ക് എന്നുള്ളത്. അപ്പം അതൊരു ലൈക്ലി സിറ്റുവേഷൻ ആണ്. അതിൻ്റെ റിസൾട്ട് പ്രോബബിൾ ആണ്. അപ്പം അങ്ങനെയുള്ള കണ്ടീഷൻസ് ആണ് പ്രോബബിൾ കണ്ടീഷൻ എന്ന് പറയാം. സാധാരണഗതിയിൽ അത് ഒരു വാർണിംഗ് കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു പ്രോമിസ്, അഡ്വൈസ്, ഇതിനൊക്കെയാണ് ഉപയോഗിക്കുക. മറ്റു 3 എക്സാമ്പിളും ആ 3 എക്സാമ്പിൾസ് നോക്കിയിട്ട് അതെന്തിനൊക്കെയാണ് സൂചിപ്പിക്കുന്നത്? വാർണിംഗ് ആണോ, പ്രോമിസ് ആണോ, അഡ്വൈസ് ആണോ, എന്താണ് എന്ന് കണ്ടെത്തുക. അപ്പോൾ പ്രോബബിൾ കണ്ടീഷൻ മനസ്സിലാക്കി കഴിഞ്ഞു. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ടൈപ്പ്, ദാറ്റ് ഈസ് ഇംപ്രോബബിൾ. ആ പേര് തന്നെ ക്ലിയർ ആണ്, ഇംപ്രോബബിൾ ആണ് കണ്ടീഷൻ. മീൻസ് വിച്ച് ഈസ് നോട്ട് ലൈക്ലി ടു ഹാപ്പൻ അറ്റ് ഓൾ. നടക്കാൻ സാധ്യതയില്ലാത്തത്, സംഭവിക്കാൻ സാധ്യതയില്ലാത്തത്, അതാണ് ഇംപ്രോബബിൾ എന്ന് പറയുന്നത്. ഇനി അതിന്റെ സ്ട്രക്ചർ നോക്കൂ. എന്താണ് അതിലെ സ്ട്രക്ചർ? കണ്ടീഷൻ ക്ലോസിൽ നമ്മൾ ഉപയോഗിക്കുന്നത് സിമ്പിൾ പാസ്റ്റ്. ഇനി മെയിൻ ക്ലോസിലോ? മെയിൻ ക്ലോസിൽ നേരത്തെ വിൽ, ഷാൽ, മേ, ക്യാൻ ആണ് പ്രോബബിൾ കണ്ടീഷനിൽ ഉപയോഗിച്ചിട്ടുള്ളതെങ്കിൽ ഇംപ്രോബബിൾ കണ്ടീഷനിൽ അതിൻ്റെയൊക്കെ പാസ്റ്റ് ഫോംസ് ആണ്. വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ്, അതാണ് ഉപയോഗിക്കുന്നത്. കാരണം കണ്ടീഷൻ ക്ലോസിൽ സിമ്പിൾ പാസ്റ്റ് ആണ്. എഗ്രി ചെയ്യണം. കണ്ടീഷൻ ക്ലോസും മെയിൻ ക്ലോസും എപ്പോഴും എഗ്രി ചെയ്തിരിക്കണം. സോ വുഡ്, ഷുഡ്, കുഡ് ആൻഡ് മൈറ്റ് പ്ലസ് infinitive is used in the main clause. ഇനി നമുക്ക് അതിന്റെ എക്സാമ്പിൾസ് ഒന്ന് പരിശോധിച്ച് നോക്കാം. നോക്കൂ, അവിടെ നേരത്തെ ഇഫ് യു വർക്ക് ഹാർഡ് എന്നായിരുന്നെങ്കിൽ ഇവിടെ ഇഫ് യു വർക്ക്ഡ് ഹാർഡ് എന്നാണ്, പാസ്റ്റ് ഫോം ആണ് ഉപയോഗിച്ചത്. നേരത്തെ യു ക്യാൻ സ്കോർ ഹൈ മാർക്സ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഇവിടെ യു കുഡ് സ്കോർ ഹൈ മാർക്സ് എന്നാണ് അവിടെയുള്ള ചേഞ്ച്. ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ കണ്ടീഷനാണ്, ഒരു ഇമാജിനറി സിറ്റുവേഷനെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അതിലുള്ള ബാക്കി എക്സാമ്പിൾസ് ഒന്ന് നോക്കുക. അവിടെ ഓരോ ക്ലോസിലും, മെയിൻ ക്ലോസിലും കണ്ടീഷൻ ക്ലോസിലും ഉപയോഗിച്ച വേർബ്സ് ഐഡന്റിഫൈ ചെയ്യുക. അപ്പൊ എങ്ങനെയാണ് അത് പ്രോബബിൾ കണ്ടീഷനിൽ നിന്നും വ്യത്യാസമായിരിക്കുന്നത് എന്ന് ശരിക്കും മനസ്സിലാക്കുക.
ഇനി നമുക്ക് ഇമ്പോസിബിൾ കണ്ടീഷൻ എന്ന് നോക്കാം. എന്താണ് ഇമ്പോസിബിൾ കണ്ടീഷനിൽ വരുന്ന വ്യത്യാസം? ലുക്ക് ഹിയർ. ഇമ്പോസിബിൾ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ആ വാക്ക് സൂചിപ്പിക്കുന്ന എന്താണ്? ഇമ്പോസിബിൾ, നടക്കാൻ സാധ്യത ഇല്ലാത്തത്. എന്തുകൊണ്ട്? കാരണം അത് കഴിഞ്ഞുപോയി. ഇറ്റ് ബിലോങ്സ് ടു ദ പാസ്റ്റ്. സംഭവം നടന്നു കഴിഞ്ഞു, അതുകൊണ്ട് ഇനി അത് നടക്കാൻ സാധ്യതയില്ല. പക്ഷേ അത് അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് ഇമാജിൻ ചെയ്യുകയാണ്. വിത്ത് എ റിഗ്രറ്റ്. യൂഷ്വലി ഒരു ഖേദത്തോടു കൂടിയാണ് നമ്മൾ സാധാരണഗതിയിൽ തേർഡ് കണ്ടീഷൻ, അതായത് ഇമ്പോസിബിൾ കണ്ടീഷൻ ഉപയോഗിക്കുക. സീറോ കണ്ടീഷനെ നമ്മൾ സാധാരണ ടൈപ്പ് 1 എന്ന് പറയാറില്ല. അത് സീറോ കണ്ടീഷനാണ്. ടൈപ്പ് 1 എന്ന് പറയുന്നത് പ്രോബബിൾ, ടൈപ്പ് 2 എന്ന് പറയുന്നത് ഇംപ്രോബബിൾ, ടൈപ്പ് 3 എന്ന് പറയുന്നത് ഇമ്പോസിബിൾ. സി ദ ഡിഫറൻസ്. എന്താണ് അതിൽ സ്ട്രക്ചറിൽ കാണുന്ന വ്യത്യാസം? പെർഫെക്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. പെർഫെക്റ്റ് ടെൻസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. കണ്ടീഷൻ ക്ലോസിൽ പാസ്റ്റ് പെർഫെക്റ്റ്, ഹാഡ് പ്ലസ് B3 വേർബിന്റെ തേർഡ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. മെയിൻ ക്ലോസിലും വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ്, അതിന്റെ കൂടെ ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം, B3 ഫോം. അതായത് വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് B3 ഫോമാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾ തന്നിരിക്കുന്ന എക്സാമ്പിൾസും കൂടി ഒന്ന് നോക്കാം, നിങ്ങൾക്ക് മനസ്സിലാവും അവിടെയുള്ള മാറ്റം. എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്, ഏത് ടൈപ്പ് ക്ലോസ് ആണോ നമ്മൾ ഉപയോഗിക്കുന്നത് അതിൽ ഏതെങ്കിലും ഒരു ക്ലോസിലെ ഒരു പാർട്ടിലെ വേർബ് ഏതാണോ അതിനനുസരിച്ചായിരിക്കണം മറ്റേ ഭാഗത്തുള്ളത്. മെയിൻ ക്ലോസിലെ വേർബ് ഏതാണോ അതിനനുസരിച്ചായിരിക്കണം ഈഫ് ക്ലോസിലെ വേർബ് ഫോം ഉപയോഗിക്കേണ്ടത്. ഇനി നമുക്ക് ഈ എക്സാമ്പിൾസ് ഒന്ന് പരിശോധിച്ച് നോക്കാം. If you had worked hard, you could have scored high marks. നോക്കൂ, had worked ആണ് അവിടെ വേർബ്. മെയിൻ ക്ലോസിലോ could have scored. അവിടെ കണ്ടീഷൻ ക്ലോസിൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസും മെയിൻ ക്ലോസിൽ could have അല്ലെങ്കിൽ would have, should have, might have ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അതിന് കൂടെ V3 ഫോമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എന്തിനാണ് അത് സൂചിപ്പിക്കുന്നത്? ചിലപ്പോൾ ഒരു റിഗ്രറ്റ്, നമ്മളൊരു ഖേദം പ്രകടിപ്പിക്കാനാവാം, ചിലപ്പോൾ ഒരു കുറ്റപ്പെടുത്തലാവാം, ബ്ലെയിം ചെയ്യാനാവാം, ചിലപ്പോൾ എന്തിൻ്റെങ്കിലും ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാനാവാം. ബാക്കിയുള്ള എക്സാമ്പിൾസ് കൂടി നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കാം. ഇനി നമുക്ക് ഇമ്പോസിബിൾ കണ്ടീഷൻ എന്ന് നോക്കാം. എന്താണ് ഇമ്പോസിബിൾ കണ്ടീഷനിൽ വരുന്ന വ്യത്യാസം? ലുക്ക് ഹിയർ. ഇമ്പോസിബിൾ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ആ വാക്ക് സൂചിപ്പിക്കുന്ന എന്താണ്? ഇമ്പോസിബിൾ, നടക്കാൻ സാധ്യത ഇല്ലാത്തത്. എന്തുകൊണ്ട്? കാരണം അത് കഴിഞ്ഞുപോയി. ഇറ്റ് ബിലോങ്സ് ടു ദ പാസ്റ്റ്. സംഭവം നടന്നു കഴിഞ്ഞു, അതുകൊണ്ട് ഇനി അത് നടക്കാൻ സാധ്യതയില്ല. പക്ഷേ അത് അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് ഇമാജിൻ ചെയ്യുകയാണ്. വിത്ത് എ റിഗ്രറ്റ്. യൂഷ്വലി ഒരു ഖേദത്തോടു കൂടിയാണ് നമ്മൾ സാധാരണഗതിയിൽ തേർഡ് കണ്ടീഷൻ, അതായത് ഇമ്പോസിബിൾ കണ്ടീഷൻ ഉപയോഗിക്കുക. സീറോ കണ്ടീഷനെ നമ്മൾ സാധാരണ ടൈപ്പ് 1 എന്ന് പറയാറില്ല. അത് സീറോ കണ്ടീഷനാണ്. ടൈപ്പ് 1 എന്ന് പറയുന്നത് പ്രോബബിൾ, ടൈപ്പ് 2 എന്ന് പറയുന്നത് ഇംപ്രോബബിൾ, ടൈപ്പ് 3 എന്ന് പറയുന്നത് ഇമ്പോസിബിൾ. സി ദ ഡിഫറൻസ്. എന്താണ് അതിൽ സ്ട്രക്ചറിൽ കാണുന്ന വ്യത്യാസം? പെർഫെക്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. പെർഫെക്റ്റ് ടെൻസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. കണ്ടീഷൻ ക്ലോസിൽ പാസ്റ്റ് പെർഫെക്റ്റ്, ഹാഡ് പ്ലസ് B3 വേർബിന്റെ തേർഡ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. മെയിൻ ക്ലോസിലും വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ്, അതിന്റെ കൂടെ ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം, B3 ഫോം. അതായത് വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3 ഫോമാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾ തന്നിരിക്കുന്ന എക്സാമ്പിൾസും കൂടി ഒന്ന് നോക്കാം, നിങ്ങൾക്ക് മനസ്സിലാവും അവിടെയുള്ള മാറ്റം. എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്, ഏത് ടൈപ്പ് ക്ലോസ് ആണോ നമ്മൾ ഉപയോഗിക്കുന്നത് അതിൽ ഏതെങ്കിലും ഒരു ക്ലോസിലെ ഒരു പാർട്ടിലെ വേർബ് ഏതാണോ അതിനനുസരിച്ചായിരിക്കണം മറ്റേ ഭാഗത്തുള്ളത്. മെയിൻ ക്ലോസിലെ വേർബ് ഏതാണോ അതിനനുസരിച്ചായിരിക്കണം
ഇഫ് ക്ലോസിലെ വെർബ് ഫോം ഉപയോഗിക്കേണ്ടത്. ഇനി നമുക്ക് ഈ എക്സാമ്പിൾസ് ഒന്ന് പരിശോധിച്ച് നോക്കാം. ഇഫ് യു ഹാഡ് വർക്ക്ഡ് ഹാർഡ് യു കുഡ് ഹാവ് സ്കോർഡ് ഹൈ മാർക്സ്. നോക്കൂ, ഹാഡ് വർക്ക്ഡ് ആണ് അവിടെ വെർബ്. മെയിൻ ക്ലോസിലോ കുഡ് ഹാവ് സ്കോർഡ്. അവിടെ കണ്ടീഷൻ ക്ലോസിൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസും മെയിൻ ക്ലോസിൽ കുഡ് ഹാവ് അല്ലെങ്കിൽ വുഡ് ഹാവ്, ഷുഡ് ഹാവ്, മൈറ്റ് ഹാവ് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അതിന് കൂടെ V3 ഫോമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എന്തിനാണ് അത് സൂചിപ്പിക്കുന്നത്? ചിലപ്പോൾ ഒരു റിഗ്രറ്റ്, നമ്മളൊരു ഖേദം പ്രകടിപ്പിക്കാനാവാം, ചിലപ്പോൾ ഒരു കുറ്റപ്പെടുത്തലാവാം, ബ്ലെയിം ചെയ്യാനാവാം, ചിലപ്പോൾ എന്തിൻ്റെങ്കിലും ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാനാവാം. ബാക്കിയുള്ള എക്സാമ്പിൾസ് കൂടി നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കാം. ഇനി നമുക്ക് സ്ട്രക്ചേഴ്സ് നോക്കാം. 4 ടൈപ്പ് ക്ലോസസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. 0 ടൈപ്പിലെ സ്ട്രക്ചർ നോക്കൂ. സിമ്പിൾ പ്രസന്റ് കണ്ടീഷൻ ക്ലോസിലും മെയിൻ ക്ലോസിലും. പ്രോബബിൾ കണ്ടീഷൻ ആണെങ്കിൽ സിമ്പിൾ പ്രസന്റ് കണ്ടീഷൻ ക്ലോസിൽ, പക്ഷെ മെയിൻ ക്ലോസിൽ will, shall, may, can plus infinitive. ഇംപ്രോബബിൾ കണ്ടീഷനോ സിമ്പിൾ പാസ്റ്റ് ആണ് കണ്ടീഷൻ ക്ലോസ് ഉപയോഗിക്കുന്നത്. മെയിൻ ക്ലോസിൽ വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ബേർ ഇൻഫിനിറ്റീവ്. ഇനി ഇമ്പോസിബിൾ കണ്ടീഷന്റെ പ്രത്യേകത നോക്കൂ. അവിടെ കണ്ടീഷൻ ക്ലോസിൽ ഉപയോഗിച്ചത് പാസ്റ്റ് പെർഫെക്റ്റ് ഹാഡ് പ്ലസ് V3 or past participle form, third form of the verb. ഇനി മെയിൻ ക്ലോസിൽ വുഡ്, ഷുഡ്, കുഡ്, മൈറ്റിന്റെ കൂടെ ഹാവും അതിനുശേഷം വെർബിന്റെ തേർഡ് ഫോം V3 ഫോം ഉപയോഗിച്ചിട്ടുണ്ട്. ഇതാണ് ഈ 4 ക്ലോസസിന്റെയും സ്ട്രക്ചറിന്റെ പ്രത്യേകതകൾ. ഇനി ഇവിടെ തന്നിരിക്കുന്ന എക്സാമ്പിൾസ് നോക്കൂ. അതിൻ്റെ ഒക്കെ ആൻസേഴ്സ് നിങ്ങളൊന്ന് എഴുതി നോക്കൂ. പബ്ലിക് എക്സാമിനേഷന് നിങ്ങൾക്ക് ആവശ്യമുള്ളതാണിത്. അതേപോലെ തന്നെ ഈ കണ്ടീഷണൽ ക്ലോസസ് കോമ്പറ്റേറ്റീവ് എക്സാംസിനും ഒക്കെ ആവശ്യമുള്ളതാണ്. നിങ്ങൾക്ക് ഇതിലേതെങ്കിലും സംശയങ്ങൾ വരികയാണെങ്കിൽ ഇതിൽ നിങ്ങളുടെ അഭിപ്രായം എഴുതി അറിയിക്കുക. നിങ്ങളുടെ സംശയങ്ങൾ എഴുതി ചോദിക്കാം. സോ താങ്ക് യു വെരി മച്ച്.